ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നു. പുതിയ ചിത്രം ഹിറ്റാക്കാൻ തന്നെ ബലിയാടാക്കുന്നതായി ബോബി ചെമ്മണ്ണൂർ മൊഴി നൽകി. തന്നെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. അതിനിടെ ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ പോലീസ് പിടിച്ചെടുത്ത ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നാളെ രാവിലെ 11 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ലോക്കപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക. ഏറെ നിർണായകമായ നീക്കങ്ങൾക്കൊടുവിലാണ് കടുത്ത നിയമ നടപടികളിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന നിയമ നടപടികൾ? വിശദാംശങ്ങൾ. ഗൗതം, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ വയനാട് വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതും. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ 3 വകുപ്പുകൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 3 ജാമ്യമില്ലാ വകുപ്പുകളാണ്. പ്രത്യേകിച്ചും IT ആക്ട്, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംഭാഷണം തുടങ്ങിയ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ, അല്ലെങ്കിൽ ഈ വിശദമായുള്ള ഒരു ചോദ്യം ചെയ്യലിൽ ബോബി ചെമ്മണ്ണൂർ നൽകുന്ന മറുപടികൾ പോലീസിനെ അമ്പരപ്പിക്കുന്നതാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഹണി റോസിൻ്റെ പുതുതായി ഇറങ്ങാനിരിക്കുന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ പ്രമോഷന് വേണ്ടിയാണ് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ തന്നെ ബലിയാടാക്കിയത് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വാദം. മാത്രമല്ല, തന്നെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പുഷ്പ 2-ൽ അല്ലു അർജുൻ ഏത് തരത്തിലാണോ അറസ്റ്റിലായത്, ആ ചിത്രത്തിൻ്റെ വിജയത്തിനായി അതൊരു പ്രൊമോഷൻ വർക്കായിരുന്നു. അതുപോലെ ഹണി റോസിൻ്റെ പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള പ്രൊമോഷൻ വർക്കായി തന്നെ ബലിയാടാക്കി എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വാദം. ഒരുപക്ഷെ പോലീസുകാർ പോലും ഈ വാദത്തിൽ ആശ്ചര്യപ്പെട്ടു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ കേരളത്തിലെ ഒരു സ്ത്രീകളെയും താൻ അശ്ലീലം പറയുകയില്ല, എല്ലാ സ്ത്രീകളും തനിക്ക് അമ്മയും പെങ്ങന്മാരും പോലെയാണ് എന്നുള്ളതെല്ലാം ബോബി ചെമ്മണ്ണൂർ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുകയുണ്ടായി. എന്തായാലും ഇതെല്ലാം കേട്ട് അന്വേഷണ സംഘം ആശ്ചര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം ചില ആവശ്യങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അദ്ദേഹത്തെ വയനാട് നിന്ന് കൊണ്ടുവന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെട്ടത് തന്നെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് പോലീസുകാർ നൽകിയ മറുപടി ഒരു സ്ത്രീപീഡനം നടത്തിയ ഒരാൾക്ക് കൊടുക്കുന്ന അതേ പരിഗണനയെ നിങ്ങൾക്കും തരാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു മറുപടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ നാളെ 11 മണിയോടുകൂടി മാത്രമേ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ലോക്കപ്പിൽ തന്നെ ആയിരിക്കും ഇന്നൊരു ദിവസം എന്ന് പറയുന്നത്. ആ ലോക്കപ്പ് കാരണം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, ഒപ്പം തന്നെ ഹണി റോസിൻ്റെ പരാതി അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ലോക്കപ്പിൽ കഴിയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൊഴി വിശദമായ അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അവർ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ട നടപടികളുമായി അവരുടെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിലവിലെ അവസ്ഥയിൽ ബോബി ചെമ്മണ്ണൂർ ലോക്കപ്പിലാണ്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ വാദങ്ങൾ അന്വേഷണ സംഘത്തെ ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഗൗതം, ശരി, എന്തായാലും ഇപ്പോൾ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആശ്ചര്യജനകമായ മറുപടികൾ നൽകിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അന്വേഷണ സംഘത്തെ പോലും അമ്പരപ്പിക്കുന്നതായിട്ടാണ് സഹിൻ ആന്റണി നൽകുന്ന വിവരം. കൊച്ചിയിൽ നിന്നും സഹിനാണ് വിശദാംശങ്ങൾ നൽകിയത്.